ഹലോ. ഇന്ന് എപ്പോഴും ഞാൻ കുക്കറി ഷോയിലിടണേ ഇത് കുറച്ച് കിച്ചൺ ഹാക്സ് കാണിക്കാനാണ് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്നും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ നിലവിളക്ക് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ തേക്കാറില്ലേ. അപ്പോൾ നമ്മൾ അതിനെ വെളുപ്പിക്കാൻ പുളി ഉപയോഗിച്ച് തേക്കണതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്നുമല്ല നല്ലൊരു ട്രിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വളരെയധികം സക്സസ്ഫുൾ ആവുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കേട്ടോ. ഇനി ആകെ 3 ഇൻഗ്രീഡിയൻ്റാണ് ഇതിലേക്ക് വേണ്ടത്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് വളരെയധികം കേട്ടോ. കുറച്ച് മൈദ നോക്കോളൂ. എന്നിട്ട് ഞാൻ ഇതിനെ ഇട്ടിട്ടൊന്ന് ഇളക്കട്ടെ. ഇതിപ്പോൾ കുറച്ചുകൂടി വേണ്ടി വരും മൈദ തോന്നുന്നു. ഞാൻ ഒരുപാട് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വേണ്ടത് അത്ര എടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു സാധനം കൂടെ എടുക്കാൻ മറന്നു, അതാണ് ഉപ്പ്. നോക്കോളൂ, ഉപ്പ്. ഈ 3 സാധനം കൂടെ മിക്സ് ചെയ്യും. ഇതിൽ വെള്ളമൊന്നും കൂടി മിക്സ് ചെയ്യണ്ട, ഇത് 3 കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് ഈ സാധനം. കണ്ടോ. ഞാനിനി ഇതിന്ന് ദിവസവും കുറച്ച് എടുത്തിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ നിലവിളക്കൊക്കെ തേക്കാറ് കേട്ടോ. കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ നിലവിളക്ക് കുറച്ചിങ്ങനെ കളറില്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ നിലവിളക്ക് ഈ തട്ട് ഒക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ, 1-2 ഇപ്പം ഞാനിതിലേക്ക് ഈ സാധനം ഈ മിക്സ് ചെയ്തതിനെ ഞാൻ കുറച്ചെടുത്തത് കയ്യിലിങ്ങനെ എടുത്തിട്ട് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേക്കുകയാണ് കേട്ടോ. നോക്കോളൂ. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് വെക്കണമെന്നൊന്നുമില്ല, തേച്ച് ഇങ്ങനെ കഴുകുന്ന സമയം വരെ വെച്ചാലും നല്ലതാണ്. അല്ല, ഇത് വളരെ നന്നായിട്ട് നമ്മുടെ ഈ പോളിഷ് ഇതമാതിരി ആവുന്നെന്ന് കണ്ടോളൂ നിങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ ഇതിലിങ്ങനെ എല്ലാം കാണിക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഞാനിങ്ങനെ തേച്ചു. വെറുതെ ഇതിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ തേക്കുക. ഞാനിപ്പോൾ ധൃതിയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാനിത് വെക്കുന്നില്ല, വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നോക്കിക്കോളൂ, ഇതൊന്ന് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്ര നന്നായിട്ട് ഇത് വെളുത്തിരിക്കണം. നല്ല പോളിഷ് ഇട്ടമാതിരിയാവും. ഈ ക്ലാർ പിടിച്ചിരിക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ നല്ലോണം നമ്മളിങ്ങനെ ദിവസവും ഞാനിപ്പോൾ വിളക്ക് ഇങ്ങനെ തേക്കാൻ തുടങ്ങിയത്. നല്ല നിറം വരും. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് നല്ല വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. നല്ല കളറ് വന്നു. അതേമാതിരി തന്നെ ഞാൻ ഈ ഒരു തട്ട് കേട്ടോ, ഇതിന് മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. വെറുതെ കുറച്ച് മൈദ, ഉപ്പ്, വിനീഗറാണ് ഈ സാധനത്തിന് മുഴുവനും ഇതിൻ്റെ ഏജൻറ്റ്. വേണമെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിക്കാം. ഞാൻ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കൈ വഴുക്കണു അല്ലാതെ. അതുകൊണ്ട് ഞാനിതെല്ലാം തേച്ച് വയ്ക്കുകയാണ്. നോക്കോളൂ, കൈ വഴുക്കും. നല്ലോണം വളരെയധികം കളർ വന്ന മാതിരി. ഇതൊരു നല്ല കിച്ചൺ ഹാക്കാണ്. അറിയാത്തവരൊക്കെ ചെയ്തു നോക്കിക്കോളൂ. ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ വളരെ ബലമായി ഉപയോഗിച്ച് തേക്കൊന്നും വേണ്ട. ഇപ്പം നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതുണ്ട്. അയ്യോ, ഇത് നോക്കൂ, കാണുന്നുണ്ടോ? നല്ല പൊളിയുന്നുണ്ട് അല്ലേ? ഇത് നല്ലൊരു ഈ മൈദ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ,
ഇനി വേറെ 2-3 ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിക്കാം മൈദ ഉപയോഗിച്ചിട്ട്. അത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അതിനെ അറിയില്ല. ഇനി ഇതിനെ നന്നായി തുടച്ചിട്ട് അവിടെ വയ്ക്കുക കേട്ടോ. ഇനി ഒരു സാധനം കൂടെ കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ഉരുളിയാണത്. എൻ്റെ കയ്യിൽ ഭംഗിക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണത്. കുറച്ച് കളറ് പോയിരിക്കണം. അപ്പോൾ ഞാൻ അതിനെയും കൂടെ ഒന്ന് തേച്ച് കാണിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒന്ന് നന്നായി ഒന്ന് ഉഴിയുക. ഓരോ പ്രാവശ്യവും നമ്മളിതിനെങ്ങനെ അമർത്തി പുളിയൊക്കെ ഉപയോഗിച്ച് തേക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതിനെ പൂശാൻ കൊടുക്കുക, പോളിഷ് ചെയ്യാൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നോക്കൂ എത്ര നന്നായിട്ട് അത് പോളിഷായി വന്നതെന്ന്. ഇത് കണ്ടോ, മിന്നണ കണ്ടോ, കാണുന്നുണ്ടോ? ഇത് നല്ലൊരു കിച്ചൺ ഹാക്കാണ് കേട്ടോ. ഇനി അടുത്തത്, ഇത് നമ്മുടെ ടാപ്പാണ് കേട്ടോ. ഇങ്ങനെ ഈ ടാപ്പ് ഒന്ന് നന്നായി വെളുത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. അതോ ഞാൻ പറയണം. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറാണ്, അല്ല ഒരു ടിഷ്യൂ ആണത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ വിനീഗർ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക, കുറച്ച് സമയം വയ്ക്കുക കേട്ടോ. ഇതേമാതിരി തന്നെ കുറച്ച് നല്ലോണം നനയണം. എന്നിട്ട് ഇതും തന്നെ ഇതേമാതിരി ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലൊന്നും വൃത്തികേടാവുമൊന്നുമില്ല, കയ്യിന് നല്ല കളറൊക്കെ കിട്ടും. അങ്ങനെ കൈ ഇതാവുന്നുള്ളവർ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക, ഇത് രണ്ടും. കുറച്ച് സമയം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട്, സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വയ്ക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ എടുത്തു നോക്കൂ, ഇത് നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഇത് രണ്ടും തന്നെ ഇനിയിപ്പോൾ നിങ്ങളൊന്ന് എടുത്ത് കഴുകി കഴിഞ്ഞാൽ നല്ല വളീന്ന് മീനുണ്ടാവും. നല്ല ഒരു, എന്നിട്ട് ഇനി ഇതിനെ കഴുകുകയല്ല ചെയ്യുക, നന്നായി തുടച്ച് വയ്ക്കുക. കഴുകിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാം. ഇത് നല്ലൊരു തുണി കൊണ്ട്, ഇങ്ങനെ ഒരു തുണി കൊണ്ട് ഇതിനെ നന്നായി തുടയ്ക്കുക. നോക്കൂ, നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നീറ്റായിരിക്കാൻ ഇങ്ങനെ നല്ലൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നല്ലോണം വെളുത്തിട്ട് നല്ല ക്ലീൻ ആവും. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഗ്ലെയർ അടിച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ നല്ലൊരു ക്ലീനായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇനി ഒരു ടിപ്പ് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഈ കത്തി നമ്മൾ മൂർച്ചയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയാം. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ കപ്പില്ലേ, ആ കപ്പിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നന്നായി വരയ്ക്കും കേട്ടോ. രണ്ട് സൈഡും ആ ഉരയ്ക്കുന്നതിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ ചെയ്യണം. എന്നായിക്കോ, അതേമാതിരി ഈ കത്തി കേട്ടോ, നല്ല മൂർച്ച കിട്ടും. ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കുപ്പിയുടെ ഏത് കപ്പ് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്കിതിങ്ങനെ നോക്കാം. നല്ലൊരു ഗ്രിപ്പ്, ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. രണ്ട് കത്തി കൊണ്ട്. എന്തായാലും ഒരു ഉള്ളിയാണ്, നന്നായി വരും ഇത് കട്ട് ചെയ്യുമ്പോൾ. ഞാനത് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നോക്കോളൂ,
ഇനി നമ്മളിതിനെ മുറിക്കും വരിക, എന്നാലും ഇതാ നീക്കുള്ളൂ. നല്ല മൂർച്ചയോട് കൂടി വരും. കണ്ടോ എത്ര മൂർച്ചയായിട്ട് കിട്ടുക നമുക്കറിയാം. അതേപോലത്തെ എന്തും കാണിച്ചു തരുക. നല്ല പൊടിയായി മുറിക്കാൻ പറ്റും. ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇത് അറിയുള്ളൂ. എന്താ വെച്ചാൽ അത് അത്രയും നല്ല ഷാർപ്പാവും. ഞാൻ ഇത് വെറുതെയാണ് കാണിക്കണമെന്ന് വിചാരിച്ചു. എനിക്കിതൊരാൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ട്രൈ ചെയ്തപ്പോൾ അത് വളരെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ 3 കിച്ചൺ ഹാക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നല്ലതായിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് ഷെയർ ചെയ്യണം ഫ്രണ്ട്സ്. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിയാക്കാം കേട്ടോ. ക്യാബേജൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നല്ലോണം നമ്മൾ ചീകിയെടുക്കുന്ന മാതിരി വരും. അത്രയും മൂർച്ചയായിരിക്കും ഇതിൻ്റെ കട്ടി. അങ്ങനെയാണ് കിട്ടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഇനി നല്ലൊരു വേറെ കിച്ചൺ ടിപ്സായിട്ട് ഞാൻ വരുന്നതാണ്. It's bye from Sudha Menon. See you in the next video.